എന്റെ ഷർട്ടിന് ഇത്രയും ഭംഗിയുണ്ടോ? ഡ്രസ്സ് മാറ്റിയല്ലോ. ഇതിട്ടു. എവിടെയാ ശരിക്കുള്ള വീട്? വീട് ഇതാ. അല്ല, ഫാമിലി. അങ്ങനെയൊന്നുമില്ല. അമ്മയുണ്ടായിരുന്നു, മരിച്ചുപോയി. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ. എത്ര വർഷമായിട്ട്? ഒരു 5-10 വർഷം. 5-10? 5-10 ഇവിടെ ഒരുപോലെയാണ്. സമയം കാലമൊന്നും പോകുന്ന അറിയത്തില്ല. ഇവിടെ സമയം കാലം പോകുന്നെന്ന് അറിയില്ലെന്നോ? ആ, ട്രെയിൻ പോണ സ്പീഡിൽ പോവും. എന്താ ഇവിടെ ചെയ്യുന്നേ രാവിലെ മുതല്? ഞാൻ രാവിലെ 4:15 എണീക്കും. 4:45 ഗോമതി വരും. അതാരാ? ഗോമതി എക്സ്പ്രസ്. എപ്പോഴും വൈകിയ വരുന്നത്. ഒരു ദിവസം 16 മണിക്കൂർ വൈകി വരുന്നത്. പക്ഷെ ഞാൻ 4:15 എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി യൂണിഫോം ഇട്ട് നിൽക്കും. ഗോമതി പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ല. വല്ലപ്പോഴും ഒരു ഗുഡ്സ് ട്രെയിൻ വന്നായി. പിന്നെ ബാക്കി സമയമൊക്കെ എന്താ ചെയ്യുന്നത്? എനിക്ക് കുറച്ച് കൃഷിയുണ്ട്, കുറച്ച് പച്ചക്കറി. കുറച്ചേ ഉള്ളൂ, ഇവിടെ അടുത്താ. ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് 3 ആടും 6 കോഴിയുണ്ട്. ആടും കോഴിയൊക്കെ ഉണ്ടോ ഇവിടെ? അതുകൊണ്ട് ഇതുപോലെ പാലും മുട്ടയൊക്കെ കിട്ടും. പാല് ഞാൻ നേരത്തെ എടുത്ത് ഉറവഴിച്ച് പോയി. അതാ കട്ടൻ തന്നെ. എനിക്ക് ചോറിന് തൈരുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. കൊള്ളാം. ഒറ്റയ്ക്കാണെങ്കിലും വളരെ ചുറ്റോട് കൂടിയുള്ളൊരു ജീവിതം അല്ലേ? അതാ ആ മരുന്ന് തേക്ക്. ഓ, ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് വർഷങ്ങളായല്ലോ. അതിനെന്താ, മരുന്ന് ചീഞ്ഞു പോണ സാധനമൊന്നും അല്ലല്ലോ. ഓ, ഭയങ്കര വിവരമാണല്ലോ. നിങ്ങൾ ഡോക്ടറാണെങ്കിലും ഇതിനെപ്പറ്റി എനിക്ക് വിവരം കൂടുതൽ. ഇത് പഴയതാണെങ്കിലും നല്ല മരുന്നാണ്. എനിക്ക് പിന്നെ അങ്ങനെ ആവശ്യമൊന്നും വരാത്തതുകൊണ്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ. എത്ര വേണേലും കുളിച്ചോ. ഇവിടെ കുറച്ച് മഞ്ഞൾ അങ്ങനെ ഇരിപ്പുണ്ടാവോ? നല്ല ആന്റിസെപ്റ്റിക് ആയിരുന്നു. ആ, മഞ്ഞളും മുറിവിനും നല്ലതാ. ഞാൻ തരാം. ഇയാള് കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. അമ്മ എപ്പോഴും പറയുമായിരുന്നു, നീ ഒരു കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ ഞാൻ പോയി കഴിയുമ്പോൾ നീ ഒറ്റയ്ക്കാവുന്നൊക്കെ. അപ്പം ഞാൻ കേട്ടില്ല. പക്ഷെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കായി പോയി. അമ്മ മരിച്ചിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങനെ കാലത്തിന് കണക്കൊന്നുമില്ല. കല്യാണം ഇനിയായാലും കഴിക്കാലോ. ഇവിടെ ആകെ ഞാനും ഈ സിഗ്നലും ആടും കോഴിയും മാത്രമേ ഉള്ളൂ. ആടിനെയും കോഴിനൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു പെണ്ണ് അന്വേഷിക്കേ.
ഞാനവിടെ പോയി അന്വേഷിക്കണം. അന്വേഷിച്ചാൽ കണ്ടെത്തും. താൻ പാതി ദൈവം പാതി എന്നല്ലേ? നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്? വിശ്വസിച്ചിരുന്നു പണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനിപ്പം നമ്മുടെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ലെന്ന്. എന്താ? ഇവിടെയൊക്കെ പുള്ളിക്ക് ബോറടിച്ചിട്ടുണ്ടാവും. വല്ല പുതിയ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ ബിസിയായി കാണും. പക്ഷെ എവിടെയോ കിടന്നാൽ നമ്മളെ തമ്മിൽ കൂട്ടിയണക്കുന്നത് ദൈവമല്ലേ? കൂട്ടിയണക്കിനോ? ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മുമ്പിൽ തന്നെ വന്ന് വീണത് മനഃപൂർവ്വമാണോ? അല്ലല്ലോ. ഇതൊക്കെ മേളിലിരുന്ന് ആരും ചെയ്യിക്കുന്നല്ലേ? ഭൂമിയിൽ ഇണകൾ സൃഷ്ടിക്കുന്നതും അവരെ തമ്മിൽ കൂട്ടിയിണക്കുന്നതും ഒക്കെ ദൈവമല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ പുള്ളി ആ പണിയൊക്കെ നിർത്തി. അതല്ലേ ചേരാൻ പാടില്ലാത്തവർ ചേരുന്നതും പിന്നീട് തല്ലിപ്പിരിയുന്നതും. ആക്ച്വലി നിങ്ങൾ കല്യാണം കഴിക്കാറുണ്ട് നന്നായി. ആരും കല്യാണം കഴിക്കരുത്. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ സുഖമല്ലേ, അതൊന്ന് വേറെ തന്നെയാണ്. നിങ്ങളുടെ ഈ ജീവിതമല്ലേ, ഇതാണ് സമാധാനമുള്ള ജീവിതം. ആരെയും പേടിക്കണ്ട, ആരും ശല്യപ്പെടുത്താനുമില്ല. അതൊക്കെ ശരിയാ. എന്നാലും എന്താ? ഒന്നുമില്ല. പുറത്തുള്ള വലിയ പാട് എന്തു പറ്റിയതാ? അത് നിങ്ങളെങ്ങനെ കണ്ടു? അത് ഇപ്പൊ തിരിഞ്ഞപ്പോ അതിന് ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ക്രൂരതയുടെ അടയാളങ്ങളാ. അയാളുടെ പ്രാന്ത് ഇളക്കണമെങ്കിൽ എൻ്റെ ശരീരത്തിലെ പാടുകൾ എണ്ണിയാൽ മതി. അയാളെ ഉപേക്ഷിച്ചുകൂടായിരുന്നു. എന്തിനാ ഇത്രയൊക്കെ സഹിച്ചു? അതത്ര എളുപ്പമായിരുന്നില്ല. ഞാനില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അയാളുടേത്. ഞാനും കൂടെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എന്തോ എനിക്കതിന് മനസ്സ് വന്നില്ല. ഡോക്ടർ ആത്തോട് പറഞ്ഞതനുസരിച്ച് കുറച്ചുനാൾ മെന്റൽ അസൈലത്തിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അയാൾ വല്ലാതെ വയലന്റ് ആവുമായിരുന്നു. സൈക്കോട്ടിക്.